ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചക്ക വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ചക്ക വെച്ചൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് ആദ്യം അതിന് ചക്കയും ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുക്കാം. വേവിച്ച ചക്ക മിക്സിയിലിട്ടൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ ഉരുളക്കിഴങ്ങും നന്നായി മാഷ് ചെയ്തെടുക്കുക. കട്ടിയൊന്നുമില്ലാതെ നന്നായി മാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെക്കുക. അത് ചൂടായ ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് പെട്ടെന്ന് വാടാൻ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് ഒരുവിധം വാടിയതിനു ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാല പൗഡർ കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് മസാല പൗഡറായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ചക്ക ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മാഷ് ചെയ്ത പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. എല്ലാ മസാലയും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ് റെഡി. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് എല്ലാ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി കഴിഞ്ഞു. ചക്ക കിട്ടിയ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ കട്ട്ലേറ്റാണ്. നോൺ വെജിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കട്ട്ലേറ്റ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എഗ്ഗ് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ബീറ്റ് ചെയ്ത് എഗ്ഗിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട്ലേറ്റ് നല്ല ക്രിസ്പിയായി നമുക്ക് കിട്ടും. നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ടീ ടൈമിൽ കഴിക്കാൻ പറ്റിയ പെർഫെക്റ്റ് സ്നാക്സ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.